ഇറാനുമായി ഉണ്ടായ വെടിനിർത്തൽ ഉടമ്പടി അവസാനിക്കാൻ ഇനി കുറച്ചു ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതിനാൽ ലോകത്തിന്റെ ശ്രദ്ധ വീണ്ടും പശ്ചിമേഷ്യയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ US സർക്കാർ വളരെ ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക ഇപ്പോൾ ശക്തമാണ്. അടുത്ത 72 മണിക്കൂർ വളരെ പ്രധാനമാണെന്നാണ് വിലയിരുത്തൽ. വൈറ്റ് ഹൌസ് അടിയന്തര ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. സർക്കാർ തലത്തിൽ പ്രധാന ഉദ്യോഗസ്ഥർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇത് സാധാരണ യോഗമല്ല, സ്ഥിതി ഗുരുതരമാണെന്നതിനുള്ള സൂചനയായി പലരും കാണുന്നു. ട്രംപ് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയാണ്. അദ്ദേഹത്തിന്റെ വാരാന്തിയിലും വാഷിംഗ്ടൺ BCയിലും തന്നെ തുടരുകയാണ്. സാധാരണയായി ഇത്തരം സമയങ്ങളിൽ നേതാക്കൾ വിശ്രമിക്കാൻ പോകാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപ് അതിനെ തയ്യാറല്ല. ഈ വിഷയത്തിന്റെ ഗൗരവം കാണിക്കുന്നതും ഇതാണ്. ട്രംപ് ദേശീയ സുരക്ഷാ ടീമിലെ പ്രധാന വ്യക്തികളുമായി നിരന്തരം ചർച്ചകൾ നടത്തുകയാണ്. അതോടൊപ്പം JD വാൻസ്, പീറ്റ് ഹെഡ്സത്ത്, ജോൺ റാഡ്ക്ലിഫ്, ഡാൻ കെയ്ൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവർ പലരും രാജ്യത്തിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ്. ഇതിനിടെ ഇറാന്റെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടായതായി ട്രംപ് ആരോപിച്ചു. ചർച്ചയിൽ ഇറാൻ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇത് ചർച്ചകൾക്ക് കൂടുതൽ സങ്കീർണത ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ രണ്ട് വഴികളാണ് മുന്നിലുള്ളത്. ഒന്നാമത്, നയതന്ത്ര ചർച്ചകൾ വിജയിക്കുകയും സമാധാനം നിലനിൽക്കുകയും ചെയ്യുക. രണ്ടാമത്, ചർച്ചകൾ പരാജയപ്പെടുകയും വീണ്ടും സംഘർഷം തുടങ്ങുകയും ചെയ്യുക. ഈ രണ്ട് സാധ്യതകളിൽ ഏതാണ് നടക്കുക എന്ന് അടുത്ത ദിവസങ്ങളിൽ വ്യക്തമാകും. ഇതുവരെ ഔദ്യോഗികമായ ഒരു വലിയ യോഗം നടത്തിയതായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ നിരവധി പ്രധാന വ്യക്തികൾ ഒരേ സ്ഥലത്ത് കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഗൗരവമായ ചർച്ചകൾ നടക്കുന്നതായി കരുതപ്പെടുന്നു. ചില കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് പുറത്തുവിടാതെ ഉൾക്കാഴ്ചയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും സാധാരണമാണ്. നയതന്ത്ര ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ അവ എത്രത്തോളം വിജയകരമാകുമെന്നത് വ്യക്തമല്ല. ചർച്ചകൾ വിജയിച്ചാൽ സംഘർഷം ഒഴിവാക്കാൻ കഴിയും. എന്നാൽ പരാജയപ്പെട്ടാൽ സ്ഥിതി വീണ്ടും കടുത്തതാകാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങളും ആശങ്കയിലാണ്. പശ്ചിമേഷ്യയിലെ ഒരു പ്രശ്നം ലോകത്തെ മുഴുവൻ ബാധിക്കാൻ സാധ്യതയുണ്ട്. എണ്ണവില, വ്യാപാരം, സുരക്ഷ എന്നിവയെല്ലാം ഇതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ആയതിനാൽ തന്നെ ഈ വിഷയത്തെ എല്ലാവരും ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വെടിനിർത്തൽ അവസാനിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. പുതിയൊരു കരാർ ഉണ്ടാകുമോ അതോ സംഘർഷം വീണ്ടും തുടങ്ങുമോ എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. എന്നാൽ എല്ലാ സാധ്യതകളും പരിഗണിച്ചാണ് അമേരിക്ക തയ്യാറെടുക്കുന്നത്. സൈനികമായും തന്ത്രപരമായും അമേരിക്ക ഒരുങ്ങിയിരിക്കുകയാണ്. അതായത്, ഒരു വശത്ത് ചർച്ചകൾ തുടരുമ്പോൾ മറുവശത്ത് മറ്റു സാധ്യതകൾക്കും തയ്യാറെടുക്കുന്നു. ഇതൊരു സാധാരണ സുരക്ഷാ നടപടിയാണ്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ വളരെ സൂക്ഷ്മമായാണ്. ചെറിയൊരു തെറ്റ് വലിയൊരു പ്രശ്നങ്ങൾക്ക് കാരണമാകും. ആയതിനാൽ തന്നെ എല്ലാ തീരുമാനങ്ങളും വളരെ ശ്രദ്ധയോടെ എടുക്കേണ്ടതുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സംഘർഷപൂർണ്ണമാണ്. ആയതിനാൽ തന്നെ ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. ഇപ്പോൾ അത് അവസാനിക്കാൻ പോകുമ്പോൾ ആശങ്കകൾ സ്വാഭാവികമാണ്. അടുത്ത 72 മണിക്കൂർ എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയിക്കുന്ന സമയമാണിത്. ഈ സമയത്ത് നടക്കുന്ന ചർച്ചകളും തീരുമാനങ്ങളും ഭാവിയെ സ്വാധീനിക്കും. സമാധാനം നിലനിൽക്കുമോ അതോ വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടാകുമോ എന്നത് ഇതിൽ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണ ജനങ്ങൾക്കായി നോക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ദൂരെയായിട്ടുള്ളതുപോലെ തോന്നാം. പക്ഷേ ഇതിന്റെ പ്രതിഫലം ലോകമെമ്പാടും അനുഭവപ്പെടാം. ആയതിനാൽ തന്നെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു സമാധാനപരമായ പരിഹാരമാണ്. യുദ്ധം ഒഴിവാക്കി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. എന്നാൽ അതിനായി ഇരുപക്ഷവും ഒരുമിച്ച് പ്രവർത്തിക്കണം. സ്ഥിതി ഇപ്പോൾ വളരെ നിർണായക ഘട്ടത്തിലാണ്. US-ഉം ഇറാനും തമ്മിലുള്ള ബന്ധം അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ മാറുമെന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയാണ്. സമാധാനം നിലനിൽക്കുമെന്ന പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.